വൈകുന്നേരം പൂജാമുറിയിൽ കയറിയപ്പോ ഇതില് ഭസ്മം വീണെന്ന് തോന്നുന്നു. അത് ഊതിക്കളഞ്ഞതാ. അത് നന്നായി. ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യണം കേട്ടോ. അങ്ങനെങ്കിലും മനസ്സിനൊരു സമാധാനം കിട്ടുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അമ്മേ, നീ ഇപ്പോഴും സംസാരിക്കാൻ പോകുന്നത് ത്യാഗത്തിനെ കുറിച്ചാണെന്ന് അമ്മയ്ക്കറിയാം. ഒരിക്കലൊരു ദൈവവിധി വന്നു, എന്നിട്ട് നമ്മൾ എല്ലാവരും അതിനെ മറികടന്നു. അതൊരു സത്യമേ അല്ലെന്ന രീതിയിൽ പെരുമാറി. പക്ഷേ ഇപ്പൊ ഒന്ന് നോക്കി, വിവാഹ വാർഷികത്തിന് നവീൻ രണ്ടാമതും താലി ചാർത്തിയത് ആരുടെ കഴുത്തില്? നിന്റെ കഴുത്തിൽ തന്നെയല്ലേ? അതെന്താ ആ താലി പോലും ഗാഥയുടെ കഴുത്തിൽ വീഴാതിരുന്നത്? അമ്മേ, അതാ ഗോപാലൻ എപ്പോഴും പറയുന്നത്, ദൈവം വരച്ച വര. അത് ചിലപ്പോ വളഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കും. ആയുസ് മുഴുവൻ നടന്നാലും എത്തില്ല എന്ന് തോന്നും നമുക്ക് ചിലപ്പോ. പക്ഷേ നേരായി മാറുന്നത് അത് തന്നെ. അമ്മ വീണ്ടും എനിക്കൊരു പ്രതീക്ഷ തരണോ? ഇത് വെറും പ്രതീക്ഷയൊന്നും അല്ല മോളെ, ഇതാണ് സത്യം. അമ്മയുടെ ആയുസ്സിൽ അമ്മ ഇത് കാണോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരിക്കും. അത് തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെ മുന്നിലുള്ള ജീവിതവും. ഗാഥയ്ക്ക് വേണ്ടിയാണ്, സിതാര മാഡത്തിന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് നവീനെ വേർപിരിയുന്ന കാര്യം പറയുമ്പോഴും നിന്റെ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് നന്നായിട്ടറിയാം. നിന്റെ മനസ്സ് വെട്ടിമുറിച്ചിട്ടല്ലാതെ അങ്ങനൊരു തീരുമാനം എന്റെ മോളെ കൊണ്ട് പറ്റില്ല. നീ കിടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ ദൈവങ്ങൾ കാണുന്നുണ്ട്. കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് കൂടുതൽ മധുരം വിളമ്പുന്നവരാ ദൈവങ്ങള്. മോള് പേടിക്കണ്ട കേട്ടോ, ദൈവങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും. ദൈവങ്ങളുടെ പുസ്തകത്തിലാ നിന്റെ നവീന്റെ കല്യാണം ഒപ്പുവച്ചിരിക്കുന്നത്. അതില്ലാതാക്കാൻ സിത്താരയെ കൊണ്ടോ ഗാഥയെ കൊണ്ടോ പറ്റില്ലേ. അമ്മയുടെ മോളെ സമാധാനമായിട്ടിരിക്കെ. ആ കൃഷ്ണനെ അനിയന്റെ രക്തഗുണം കാണിച്ചു. അനിയന്റെ അതേ ചങ്കൂറ്റം. അതുകൊണ്ട് ഇനി അവൾക്കൊരു യാത്രയയപ്പ് കൊടുക്കുമ്പോ അവള് മാത്രമല്ല, കൂടെയുള്ളവരും അവളോടൊപ്പം ഇവിടുന്ന് പോയിരിക്കണം. ഒരുപാട് നാളൊന്നും അവൾക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല മാഡം. കൃത്യമായൊരു അവസരം നമ്മുടെ മുന്നിൽ എത്താതെ പോവോ? ഒന്നും പറ്റിയില്ലെങ്കിൽ മാഡം പറഞ്ഞതുപോലെ എല്ലാത്തിനെയും ആ വീടിനകത്തിട്ട് കത്തിച്ചങ്ങ് തീർക്കണം. സത്യമതി, മൂർത്തി, ഇറങ്ങി വേണം. ആരാ മൂർത്തി? അറിയില്ല മാഡം. ഇറങ്ങി വരാനാ പറഞ്ഞേ. ഇറങ്ങി വരാൻ.